തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിൽ കാലം തന്നെ കാത്തുസൂക്ഷിച്ച ഒരു കൊച്ചു ഗ്രാമമുണ്ട്, ഇരുനിലങ്കോട്. ഏകദേശം 1800 വർഷങ്ങളുടെ ചരിത്രം നെഞ്ചിലേറ്റി നിശബ്ദമായി നിലകൊള്ളുന്ന ഇരുനിലങ്കോട് ശിവക്ഷേത്രം. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പാറയിൽ നിന്നും സ്വയം രൂപപ്പെട്ട ഈ പ്രതിഷ്ഠ ഒരു കാൽ മറ്റൊന്നിനുമേൽ കയറ്റി, തല അല്പം ഉയർത്തി, ശരീരം പിൻവശത്തേക്ക് ചായ്ച്ച് ഒരു പീഠത്തിലിരിക്കുന്ന ദക്ഷിണാമൂർത്തി രൂപത്തിലാണ്. പ്രധാന പരിപാടി പറഞ്ഞാൽ പപ്പടം നിർത്തി, പിന്നെ അച്ചൂരി പരിപാടി തീരെ മുടിഞ്ഞിട്ട് മുടിയുടെ ചൊറിഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ പാണ്ട് വെക്കാൻ കഴിഞ്ഞ ചാന പരിപാടി മുതല സമർപ്പിക്കുക, കടുകിലും സമർപ്പിക്കുക. പിന്നെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ വണങ്ങാൻ ഉണ്ടെങ്കിൽ അപ്പം കൈകൊണ്ട് പൊടിക്കും. കൈകൊണ്ട് പൊടിച്ചിട്ടും അസുഖം മാറിയിട്ടില്ല. പിന്നെ ആണി രോഗത്തിനൊക്കെ 3 പ്രാവശ്യം ഒരു പ്രാവശ്യം ചവിട്ടി ഇഷ്ടമാക്കിലും ഈ ഡേറ്റ് കഴിഞ്ഞതിൻ്റെ കരസമില്ല കാര്യം. ഉദ്ദേശം 600 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയൊക്കെ വലിയ കാടുകളായിരുന്നു. തോലരിയാൻ വന്ന ഒരു ഹരിജൻ ജോലി മഴ വന്നപ്പോൾ അവര് ഇന്നീ കാണുന്ന ഭഗവാനിരിക്കുന്ന ഗുഹയിലേക്ക് ഓടിക്കയറി നിന്നു. അവരുടെ കയ്യിൽ അരിവാളുണ്ടായിരുന്നു. ഒരു നിമിത്തം എന്നോണം അവരാ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, അപ്പൊ ആ പാറയമേലൊന്നും ഇങ്ങനെ കൊട്ടി നോക്കി 2 പ്രാവശ്യം. ആ പാറയിൽ നിന്ന് ഒരു കഷ്ണം അടർന്നു വീണു. അത് ഭഗവാന്റെ മൂക്കിന്റെ അഗ്രഭാഗമായിരുന്നു. ചോരൊലിക്കാൻ തുടങ്ങി. അവരങ്ങനെ തന്നെ കാക്കിൽ നമസ്കരിക്കുകയാണ്. ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, എനിക്ക് അറിയില്ല അതൊരു ദേവതയാണെന്ന്. അവർക്ക് അറിയില്ല ഏത് ദേവത എന്ത് ദേവതയാണെന്ന് അറിയില്ല, പക്ഷെ ഒരു രൂപം അവർ കണ്ടു. അങ്ങനെ തന്നെ വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലോടി തലേ ദിവസം വെട്ടിവെച്ച ചക്ക, അതിൽ നിന്ന് ഒരു 4 ചുള പറിച്ച് കിട്ടിയ ഇലയിലാക്കിയിട്ട് ഭഗവാന് പൂജിച്ചു, ഭഗവാന് കാഴ്ചവെച്ചു. അതാണ് ഇഷ്ടഭക്ഷണം, ആദ്യത്തെ ഭക്ഷണം ഭഗവാന്റെ. ഇന്നും വിഷു ദിവസം ചക്കോത്സവം ഇവിടെ കൊണ്ടാടുകയാണ്. അതിന്റെ ഇത് വന്നോണം കൊല്ലത്തിലൊരു തവണ എനിക്ക് ആ പ്രസാദം കിട്ടണം എന്ന് ഭഗവാൻ അഷ്ടമംഗലി പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളത് പാലിക്കാറുണ്ട്. ചക്ക വറവ്, ചക്ക എലിശ്ശേരി, ചക്കപ്പഴം, ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ട് അതിൽ ധാരാളം ആൾക്കാർ പങ്കെടുക്കാനും എത്താറുണ്ട്. അപ്പൊ അത് അവിടെ നിന്നാണ് ഭഗവാനെ ലോകം അറിയാൻ തുടങ്ങി. അന്ന് ഇവിടെ വീടുകളൊക്കെ വളരെ കുറവാണ്, വിരലിലെണ്ണാവുന്ന വീടുകളേ ഉള്ളൂ. വലിയ ഭൂവുടമകളുടെ വീടുകളും പിന്നെ കുറെ പണിക്കാരും. ഓടി നടന്ന സ്ത്രീ വിവരങ്ങൾ അറിയിച്ചു. ഓരോരുത്തരും കിട്ടിയ വിളക്ക്, തിരി, നാളികേരം എന്താണ് അവരുടെ കൈ കിട്ടിച്ച ഓടുകയാണ് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക്. അവരെല്ലാവരും കൂടി വിളക്ക് കത്തിച്ചു, അവിടെ കൂട്ടപ്രാർത്ഥന നടത്തി. അങ്ങനെ ലോകം അറിയാണ് ഇവിടെ ഒരു സ്വയംഭൂ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അന്ന് ഇവിടുത്തെ ഭരണം പാല്യം ആയിരുന്നു. അവരെത്തി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് ചിന്തിച്ചു പോവാ. ഒന്നുകിൽ എൻ്റെ ജനങ്ങള്, എൻ്റെ ഭക്തജനങ്ങൾ എനിക്ക് തരുന്ന ആ നിവേദ്യം, പൂജ അത് മതി. അല്ല, ചിട്ടവട്ടങ്ങൾ അനുസരിച്ചുള്ള പൂജയാണെങ്കിൽ അത് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജയായിരിക്കണം. ഇത് രണ്ട് ഏതാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുക സ്വീകരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ
ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് താന്ത്രിക പൂജയാണ് പറ്റുള്ളൂ. അങ്ങനെയാണ് പിന്നെ അതിലേക്ക് വന്നത്. അപ്പോൾ ഒരു 50 കൊല്ലക്കാലം ഈ ജനങ്ങളുടെ പൂജ ഇവിടെ നടന്നു. ധാരാളം 20ഓളം അടുപ്പുണ്ടായിരുന്നു ഇവിടെ. കൊണ്ടുവരിക, വെക്കുക, അവരെന്നെ കൊണ്ടുപോയിട്ട് പോകാൻ നിവേദിക്കുക, ഇവിടെയുള്ളവർക്കൊക്കെ കൊടുക്കുക, അവരും കഴിക്കുക. ഇവിടെ വരുന്നൊക്കെ എൻ്റെ കുട്ടികളാണെന്നും അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും അത് നടപ്പിലാക്കി. അതിപ്പോ ഇവിടെ കമ്മിറ്റി ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് 32 വർഷമായിട്ടുള്ളൂ. എന്നാലും അത് ഞങ്ങൾ 30 വർഷമായിട്ട് നടപ്പിലാക്കി. ഒരു ദിവസം പോലും മുടവ് കൂടാതെ അന്നദാനം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ധാരാളം ആൾക്കാർ പങ്കാളികളാവുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ ഉത്സവം, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശിവരാത്രിയാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ളതായ ഉത്സവം. ഷഷ്ടി സുബ്രഹ്മണ്യ സ്വാമിക്കുള്ളതാണ്. അത് ഉപദേവനാണ്. ഞങ്ങൾ ഒരു അഷ്ടമംഗലി പ്രശ്നം വെച്ചപ്പോൾ അതിൽ തെളിഞ്ഞു കണ്ടത് 7 ആള് സന്നിധിയിലുണ്ട്. 2 ആൾ കൂടി വരുന്നു. ഇപ്പൊ വന്നിട്ടുണ്ട്. 9 ആളും എത്തിയിട്ടുണ്ട്. ഇതൊക്കെ സത്യങ്ങളാ. പിന്നെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് പാറ വളരില്ല എന്ന്. എൻ്റെ അനുഭവത്തില് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴി വളർന്ന് ഉയർന്ന് പൊങ്ങി ഇപ്പൊ ശിവലിംഗായിരിക്കുകയാണ്. കിഴക്കേ വശത്ത് ഒരു ഗുഹ കാണാം. ആ ഗുഹയിലാണത്. അവിടെ സ്ഥിരം കടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ വേണം. ഭഗവാന്റെ നോട്ടം അവിടേക്കാണ്. ഭഗവാന് കൊടുക്കുന്ന അർച്ചന നിവേദ്യാദികൾ അവിടെ കൊടുത്താലും ഞാൻ സ്വീകരിക്കാമെന്നാ ഭഗവാൻ പറയുന്നത്. ഇത് ഇന്ത്യയിൽ വെച്ച് തന്നെ 18 ഗുഹാക്ഷേത്രത്തിൽ ഒരു ഗുഹാക്ഷേത്രം. അത് അത്രയധികം പ്രാധാന്യം ഈ ഗുഹാക്ഷേത്രത്തിനുണ്ട്. ഇവിടെ വന്ന് നടക്കാൻ പറ്റാത്ത കുട്ടികളെ 14 ദിവസം ഇവിടെ ഭജനയ്ക്ക് ഇരുത്തിയിട്ട് നടന്നു പോയവരുണ്ട്. സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ വന്നിട്ട് 21 ദിവസം ഭജനയ്ക്ക് ഇരുന്നിട്ട് സംസാരിച്ചു പോയവരുണ്ട്. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ, അത്ഭുതങ്ങൾ ഈ അമ്പലത്തെ പറ്റി ഈ ഇവിടുത്തെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനും. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? പ്രധാന വഴിപാടുകൾ ഇവിടെ പപ്പടം കാഴ്ച ചവിട്ടല് ഒരു പ്രധാന വഴിപാടാണ്. അത് ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അത് പപ്പടം കാഴ്ച ചവിട്ടിയാൽ അപ്പോൾ അഥവാ ഒരു പ്രാവശ്യം ചവിട്ടിയിട്ട് ഭേദമായില്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ചവിട്ടേണ്ടി വരും. എന്നാലും അത് കംപ്ലീറ്റ് ഭേദമായിട്ട് പോകും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇത് ചൂല് വഴിപാട്, അത് മുടി വളരാനാണ്. അത് വെറുതെ പറയല്ല, അനുഭവത്തിലുള്ള തന്നെയാണ്. ഒരു അങ്ങനെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് വളരെ സങ്കടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവർക്കൊക്കെ മുടി നിറയെ വളരാണ്. മഹാത്ഭുതമല്ലേ ഇത്? അപ്പൊ അങ്ങനെ അതുപോലെയുള്ളതായ കുറേ പിന്നെ ഈ കുട്ടികളെ നടവല്ലോ ഭഗവാൻ അങ്ങോട്ട് കൊടുക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ തിരിഞ്ഞ് നടക്കണം. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായ ആ കുട്ടിക്ക് ഇവിടെ ചോറ് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുട്ടിയെ ഭഗവാൻ തരുന്നു എന്നും പറഞ്ഞിട്ട് ആ ചടങ്ങ് ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടികളുണ്ടായിട്ട് ഇവിടെ വന്നിട്ട് തിരിഞ്ഞു നടക്കും. കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും. എന്നാലും അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം മുഴുവൻ ഭഗവാൻ ഏറ്റെടുക്കുക. ഭയങ്കര ഒരു ഭാരമാണ് ശരിക്കും പറഞ്ഞ. പക്ഷെ അതും കൂടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുക. ഒരുപാട് വായിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ അന്തേവാസി മന്ദിരം. അന്തേവാസി മന്ദിരം ഇവിടെ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ പാലിയം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ അന്തേവാസികൾ വന്നു തുടങ്ങി. അപ്പൊ ഇവിടെ ആൾക്കാർ ഇങ്ങനെ വെച്ച് കഴിച്ചിട്ട് മടിയുള്ളവർക്ക് കൊടുത്തിട്ട് പോവില്ലോ. അപ്പൊ ജനങ്ങൾ തന്നെ നിവേദിച്ച് അവര് കഴിക്കണു, ഇവിടെ ഉള്ളവർക്ക് കൊടുക്കണു. അങ്ങനെ ഒരുപാട് പാവപ്പെട്ടവർ ഇവിടെ വന്നു കൂടി, വയസ്സായവരും. അപ്പൊ അവർക്ക് പാലിയത്ത് ഒരു ഇത് ഓടിട്ട ബിൽഡിങ് കയറ്റി. ഞങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ 50 ആളുണ്ടായിരുന്നു. അവർക്കൊക്കെ 3 നേരത്തെ ഭക്ഷണം, വസ്ത്രം, വൈദ്യ ശുശ്രൂഷ എല്ലാം ഇവിടെ കിടക്കാനുള്ള സ്ഥലവും. പിന്നെ എന്താ വേണ്ടത്? ഒരാൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, പ്രായമായ 60 വയസ്സ് കഴിഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരു കാശും പല സ്ഥലത്തും അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ട് നോക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ അതൊന്നും വേണ്ട. ഒരാളെ പോലും ഭക്ഷണം കൊടുക്കാതെ മടക്കി അയക്കരുത്. അത് ഭഗവാന് ഇഷ്ടമല്ല. എൻ്റെ കുട്ടികളാ വരുന്നത്, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ഞാൻ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ കൊടുത്താൽ മതി എന്നാ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അത് പാലിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു വിഷമവും ഇല്ലാതെ ഒരു
നിറഞ്ഞ കുടുംബം മാതിരിയാണ് ഇപ്പൊ ഈ അമ്പലം.